നോക്കൂ ഡിയർ സ്റ്റുഡൻസ്, മുകളിലുള്ള DP8 നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യനാണ്. CMAയുടെ സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യനാണ്. അതിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ആണ്. പക്ഷേ ചോദിച്ചുള്ളത് CA ആണെന്നുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, നമ്മളൊക്കെ എന്താണ് ഒരമ്മ മക്കളാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. എ ഫാക്ടറി പ്രൊഡ്യൂസിങ് ആർട്ടിക്കിൾ A ഓൾസോ ബൈ പ്രൊഡക്റ്റ് ഏതാണ് B? ഒന്നുമില്ല, Aയും Bയും ആണ് പ്രൊഡക്റ്റുകളുള്ളത്. ജോയിൻറ്റ് കോസ്റ്റുകൾ തന്നിട്ടുണ്ട്. എത്രയാണ് ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ് വരുന്നത്? 10,000. ഓക്കെ, സബ്സിക്വൻറ്റ് കോസ്റ്റ് Aക്കും Bക്കും വേറെ തന്നെ തന്നിട്ടുണ്ട്. ഇതിൽ ചെറിയൊരു അലൈൻമെൻറ്റ് പ്രശ്നമുണ്ട്. ഈ 1000 ഇവിടെയാണ്, 1400 എന്താണ് ഇവിടെയാണ്. ഇത്രേ ഉള്ളൂ. കുഴപ്പമില്ല. ടോട്ടൽ 5000 വരും, പിന്നെ എത്ര വരും? 3000 വരും. നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഏത് മാത്രം എടുത്താൽ മതി, ടോട്ടൽ മാത്രം എടുത്താൽ മതി. സെല്ലിംഗ് പ്രൈസ് ഇവിടെ തന്നിട്ടുണ്ട് ഡയറക്റ്റ് 16,000, പിന്നെ എത്രയാ? 8,000. പിന്നീട് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ് ഒന്ന് 25%, മറ്റെത്രയാണ്? 20% തന്നിട്ടുണ്ട്. ക്ലിയർ? എന്നിട്ട് അവിടെ ഒരു കാര്യം ഒരു പറഞ്ഞിട്ടുണ്ട്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആർ അപ്പോർഷൻഡ് ഓഫ് ഏതാണ്? സെയിൽസ് പ്രൈസ്. സെല്ലിംഗ് എക്സ്പെൻസ് അപ്പോർഷൻ ചെയ്യുന്ന റേഷ്യോ പറഞ്ഞില്ലേ, ഏതാണത്? 16:8. ഓക്കെ അല്ലേ? പക്ഷെ സെല്ലിംഗ് എക്സ്പെൻസ് എന്ത് ചെയ്തിട്ടില്ല? തന്നിട്ടില്ല. ഓക്കെ അല്ലേ? അതാണ് ഇവിടുത്തെ ട്വിസ്റ്റ്. ക്ലിയർ? ഷോ ഹൗ യു വുഡ് അപ്പോർഷൻ ജോയിന്റ് കോസ്റ്റ് ഓഫ് മാനുഫാക്ചർ. പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് A ആൻഡ് B. ഓക്കെ, അപ്പോൾ കോസ്റ്റ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഇത് ഒരെണ്ണം ആവശ്യമുള്ളൂ. ഒരെണ്ണത്തിൽ തന്നെ രണ്ടും കിട്ടുമെങ്കിൽ പോലും രണ്ടും വേറെ പറഞ്ഞത് കൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ ലോജിക്ക് എങ്ങനെയാണെന്നുള്ള ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ടോട്ടൽ സെയിൽസ് കിട്ടൂലേ? 3 കോളം കൊടുക്കുക. ഏതാ? പർട്ടിക്കുലർ, AB, പിന്നെ ഏതാ? ടോട്ടൽ സെയിൽസിൽ നിന്ന് പ്രോഫിറ്റ് ലെസ് ചെയ്ത് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടില്ലേ? ടോട്ടൽ കോസ്റ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ജോയിൻറ്റ് കോസ്റ്റും ഫർദർ പ്രോസസ്സിങ് കോസ്റ്റും ഒക്കെ ലെസ് ചെയ്താൽ എന്ത് കിട്ടും? സെല്ലിംഗ് എക്സ്പെൻസ് കിട്ടും. ആ സെല്ലിംഗ് എക്സ്പെൻസിനെ പിന്നെ ഏത് റേഷ്യോയിൽ വീതിച്ചാൽ മതി? ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ഏത് കോളത്തിലാണ്? ടോട്ടൽ കോളത്തിലാണെന്നുള്ളൂ. അത്രേ ഉള്ളൂ. ഇതിൽ വേറെ നത്തിങ് ഗ്രേറ്റ്. മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഞാനിത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞത്. ഒന്നാമത്തെ ഏതാ പറയും? ഹെഡിങ് പറയും. ഏതാ സ്റ്റേറ്റ്മെൻറ്റ്? പറയടാ. ഷോയിങ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഏതാ? ജോയിൻറ്റ് കോസ്റ്റ്. ജോയിൻറ്റ് കോസ്റ്റ് അപ്പോർഷൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാം. ശ്രദ്ധിച്ചിരിക്കണം. പെട്ടെന്ന് ചെയ്തുതരാം. AB ടോട്ടൽ പറയും. ആവശ്യമുള്ളതൊക്കെ എന്ത് ചെയ്യും? ബാക്ക്വേർഡ് കാൽക്കുലേഷൻ, റിവേഴ്സ് വർക്കിംഗ് തന്നെയാണ്. റിവേഴ്സ് കോസ്റ്റ് മെത്തേഡ്. സെയിൽസ് എത്രയൊക്കെ ഉള്ളത്? ഒന്നേതാ? 16,000. പറയടാ 8,000. ടോട്ടൽ എത്ര വരും? 24,000. ഓക്കെ, അടുത്തത് ലെസ് എഴുതിയാൽ പ്രോഫിറ്റ്. എത്ര പ്രോഫിറ്റ് ഉള്ളത്? 25%. എത്ര വരും? 8. 4,000. ഓക്കെ, 4,000 പോയാൽ ഇവിടെ എത്ര വരും? 12,000 വരും. ഇതാണത് കോസ്റ്റ് ഓഫ് എന്താ പറയുക ഇതിനെ? സെയിൽസ് എന്ന് പറയും. പിന്നെ മറ്റടുത്ത് 8,000-ൻ്റെ എത്ര ശതമാനം? 20%. എത്ര വരും? 1,600 ലെസ് ചെയ്താൽ 6,400 കിട്ടും. ടോട്ടലും കൂടെ ചെയ്യാം. 5,600 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 18,400 കിട്ടും. ഓക്കെ അല്ലേ? മൈനസ് ഏതാ? സെല്ലിംഗ് ഓവർ ഹെഡ് അല്ലെങ്കിൽ സെല്ലിംഗ് എക്സ്പെൻസ്. ഓക്കെ, അറിയോ? ഇല്ല, അറിയില്ല. ഇത് ലെസ് ചെയ്താൽ എന്താ കിട്ടുക? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ഏത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ലെസ് ചെയ്യാം? ഫർദർ പ്രോസസ്സിങ് കോസ്റ്റ് ലെസ് ചെയ്താൽ എന്ത് കിട്ടും? ജോയിൻറ്റ് കോസ്റ്റ് കിട്ടും. ഇതാണ് കോൺസെപ്റ്റ്. ഓക്കെ, ക്ലിയർ? ഇതിലിപ്പോൾ നമുക്ക് സെല്ലിംഗ് എക്സ്പെൻസ് അറിയില്ല, പക്ഷെ ബാക്കിയൊക്കെ അറിയില്ലേ? ജോയിൻറ്റ് കോസ്റ്റ് ടോട്ടൽ എത്ര അറിയാം? 10,000 അറിയാം അല്ലേ? ഫർദർ പ്രോസസ്സിങ് കോസ്റ്റ് എത്ര? ടോട്ടൽ 5ഉം പിന്നെ 3 എത്ര? 8,000 എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് വേണം? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടൂടെ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഫർദർ പ്രോസസ്സിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലെസ് ചെയ്താലാണ് ജോയിൻറ്റ് കോസ്റ്റ് കിട്ടും. അപ്പോൾ ജോയിൻറ്റ് കോസ്റ്റും ഫർദർ പ്രോസസ്സിങ് കോസ്റ്റും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 18,000 കിട്ടും. അല്ലേ മുത്തുമണികളെ? മക്കളെ, കോസ്റ്റ് ഓഫ് സെയിൽസിൽ നിന്ന് സെല്ലിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്താൽ കിട്ടുന്നതാണ് ഏത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും അറിയാം,
കോസ്റ്റ് ഓഫ് സെയിൽസ് വരെ. അപ്പോൾ ഡിഫറൻസ് കണ്ടാൽ ബാലൻസ് ഫിഗർ ആയിട്ട് എന്ത് കിട്ടും? 400 രൂപ സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. ഈ പ്രശ്നം ചില ഈ സെല്ലിങ് എക്സ്പെൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങോട്ടൊരു ആരൊക്കെ ഇട്ടുവെച്ചാൽ പിന്നെ നോക്കിയാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഈ 400 എവിടുന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്തേറ്റം നിങ്ങൾ മെസ്സേജ് ചെയ്താൽ അടിക്കും ഞാൻ. ഓക്കെ, ഓരോരുത്തരെ മെസ്സേജ്. ഇപ്പോൾ അടുത്ത ഒരു കുട്ടി, സാറേ ഈ മെത്തേഡ് എങ്ങനെ ചെയ്യാം? ഞാൻ പറഞ്ഞു നമ്മുടെ ക്ലാസ്സിൽ ചെയ്തല്ലേ. സാറേ ഞാൻ ഉച്ചയ്ക്ക് പോയി. ഇങ്ങനെ ഇപ്പോൾ കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതൊക്കെ ഇപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക അല്ലാത്തൊരു കഥ. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എന്ത് ചെയ്തിരുന്നു, ആഡ് കണ്ടിരുന്നു. ഒരു കുട്ടി തിരുവനന്തപുരം ഏതോ ഭാഗത്തുള്ള, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ്, തൃശ്ശൂർ, മലപ്പുറം, സ്ഥലം പറയണ്ട, അവിടെ ഉള്ളൊരു കുട്ടി. ആ പെൺകുട്ടി എന്നിട്ട് അവൾ പറഞ്ഞിട്ട് ഇവിടുത്തെ അധ്യാപകരൊക്കെ സൂപ്പറാണ്. അധ്യാപകരുടെ അടുത്തൊക്കെ എപ്പം നമ്മൾ ഏത് സമയത്ത് അവരെ വിളിച്ചാലും അപ്പം അവർ ഫോൺ എടുത്തിട്ട് എന്ത് ചെയ്യും? റിപ്ലൈ നൽകും. കല്യാണമൊന്നും കഴിക്കാത്ത ഒരു പണിയില്ലാത്ത അധ്യാപകരാണോ? അല്ല, ഏത് സമയത്ത് വിളിച്ചാലും റിപ്ലൈ. അതൊക്കെ ഇപ്പോൾ ഒരു അധ്യാപകൻ്റെ ക്വാളിറ്റി ആയിട്ട് പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് റിപ്ലൈ നൽകാൻ പറ്റുമെന്നുണ്ടോ? വാട്സപ്പ് ചെയ്താൽ എന്ത് ചെയ്യും? ഒരു ദിവസം, ഒരു 2 ദിവസങ്ങളിൽ ചിലപ്പോൾ വെയിറ്റ് ചെയ്യണം, ചിലപ്പോൾ പെട്ടെന്ന് കൊടുക്കും. ഓക്കെ, ഞാൻ ചിലതൊക്കെ നോക്കിയിട്ട് അപ്പോൾ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കിട്ടില്ലെങ്കിൽ പറഞ്ഞപ്പോൾ ക്ലാസ്സിലാകുമ്പോൾ വോയിസിലും ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനത്തെ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യും? റീഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കി വെക്കും പറയും. ഇപ്പോൾ 2 ദിവസം മുന്നേറ്റം ഒരു കുട്ടി ഇട്ട് ഞാൻ അപ്പം ഇന്നലെയാണ് എന്ത് ചെയ്ത്, രാത്രിയാണ് ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ നമുക്ക് അൺറീഡ് എടുത്തിട്ട് എന്ത് ചെയ്യും. അപ്പം അത്രയൊക്കെ തന്നെ പറ്റുള്ളൂ. അല്ല നിങ്ങൾ വിളിച്ചോടാൻ തന്നെ റിപ്ലൈ തരാനൊന്നും എന്ത് ചെയ്യില്ല, പറ്റില്ല. നിങ്ങൾ അങ്ങനെ ഒന്നും വിചാരിക്കരുത്. ഇനിയിപ്പോൾ ഒരു അധ്യാപകന് നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ട് റിപ്ലൈ ഒന്നും ചെയ്യുക കാര്യം വെക്കണ്ട. ഓക്കെ അല്ലേ? അതിൽ പറ്റില്ല. കാരണം നമ്മൾ നിങ്ങളെ മാത്രം പഠിപ്പിക്കുന്നതല്ലോ, പലയിടത്തും പോകുന്നതല്ലേ. അപ്പോൾ നമുക്ക് കുറേ മെസ്സേജുകളും മറ്റൊക്കെ വരുന്നുണ്ടാവും. എല്ലാവരും എന്ത് ചെയ്യാം. അപ്പം ഞാൻ മുന്നേ ഒരു FA കുറച്ചെടുത്തിട്ട് പിന്നെ ഡിസംബർ വരെ എടുത്തുള്ളൂ. പിന്നെ കുറച്ച് വേറെ 2 ഷെയറിങ് വേറെ അധ്യാപകൻ. അപ്പോൾ ഒരു കുട്ടീൻ്റെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, സാറേ FA എങ്ങനെ പഠിക്കണ്ടെന്ന് അറിയില്ല, ഞാൻ കുറച്ച് ക്ലാസ്സൊക്കെ മിസ്സാക്കി, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ സാറോട് ചോദിച്ചോട്ടെ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. ഞാൻ കുറച്ച് കൺസ്യൂമൻറ്റിൻ്റെ കുറച്ചൊക്കെ വീഡിയോ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്ത്. അപ്പോൾ കൺസ്യൂമൻ്റൊക്കെ എനിക്ക് ക്ലാസ് മിസ്സാണ്. ക്ലാസ് മിസ്സായി ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുക കൺസ്യൂമൻ്റ് പോലുള്ള കോൺസെപ്റ്റൊക്കെ. അപ്പം ഒരു 10-12 വീഡിയോ യൂട്യൂബിലുണ്ട്, അതിൻ്റെ പ്ലേ ലിസ്റ്റ് അയച്ചു കൊടുത്തത് കാണും. ഓക്കെ, ക്ലിയർ ആയിക്കോളും. അപ്പോൾ അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു പരിധി വരെ മനസ്സിലായി. അപ്പോൾ കുട്ടിക്കും വളരെ സന്തോഷം ഉണ്ടാവും അധ്യാപകർ ഇതാക്കുമ്പോൾ. നമുക്കൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ് സമയത്തൊക്കെ കുറച്ച് ബാച്ചുകൾ ആഴ്ചയിൽ 3 ദിവസമൊക്കെ ക്ലാസ് ഉള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? കുട്ടികളുടെ അടുത്ത് നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റും. വിളിച്ചാലൊക്കെ എടുക്കും, നമ്മൾ അപ്പം പറഞ്ഞു കൊടുക്കും. ഓക്കെ, ചിലപ്പോൾ അപ്പം ഒന്നും പറ്റിക്കൊള്ളുന്നില്ല എന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്യണ്ട, ചോദിക്കണ്ട എന്നല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, നമുക്കങ്ങനെ അത് എന്തായാലും ചെയ്തു തരണം എന്നുള്ളൊരു ഉത്തരവാദിത്വമൊന്നും എന്തില്ല, ഇല്ല. നിങ്ങളെ കണ്ടന്റ് പഠിപ്പിച്ചു തരാം എന്നുള്ളത്. നിങ്ങൾ എൻ്റെ അടുത്ത് എത്രയോ സാധനങ്ങൾ ചോദിക്കാതെ എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ കുറവല്ലേ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ, ഒന്ന് നിങ്ങൾക്ക് ഹോംവർക്ക് എന്നതിൻ്റെ PDF ഉണ്ട് അല്ലേ. ഇനിയും ഉള്ള ചോദ്യങ്ങളും കുട്ടികൾക്ക്. അപ്പം ഈ പറയുന്നത് ഞാൻ ഭയങ്കര കൺസേൺഡ് ആട്ടാ. എനിക്കൊരു മെസ്സേജ് വന്നാൽ റിപ്ലൈ കൊടുക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കും പറയാം. അങ്ങനെ ഒരു ഇത് മാക്സിമം. അപ്പോൾ ഹർഷ പറയുന്നുണ്ട്, നാളെ ഏതൊരു മെസ്സേജ് ചെയ്തിട്ട് ഹർഷക്ക് ഒരിക്കൽ കൊടുത്തില്ല തോന്നണം അല്ലേ ഹർഷ? അതെ, യെസ്. പിന്നെ ഒരു സാധനം നീ ചോദിച്ചിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞു നമ്മൾ ഇവിടെ സെയിം ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യുന്നുള്ള സ്റ്റാൻഡേർഡ്. അപ്പോൾ പറയാം. അപ്പോൾ മാക്സിമം ഞാനൊരു 99.99% എന്ത് ചെയ്യും, റിപ്ലൈ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ ഇനി ചിലപ്പോൾ നമുക്ക് കൊടുത്താൻ പറ്റിയിട്ട് ഇനി ഒരു പ്രയാസമാവേണ്ട വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ചെയ്യുന്ന പരിപാടി യൂട്യൂബിൽ എന്ത് ചെയ്യുക, വെറൈറ്റി സാധനങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതുകൊണ്ട് കയറ്റുക. എന്നിട്ട് പോയിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യട്ടെ കാണണ്ടേ. പക്ഷെ ലീവ് എടുത്തിട്ടൊരു കുട്ടിക്ക് യൂട്യൂബിൽ ക്ലാസ് ഉണ്ട് വിചാരിച്ച് ലീവ് എടുത്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഈ കോൺസെപ്റ്റ് ഇൻട്രൊഡക്ഷൻ തോന്നുന്നത് ഞാൻ അതിലിടില്ല. മെയിൻ ക്വസ്റ്റ്യൻസ് ഇതുപോലുള്ളതൊക്കെ മാത്രമേ ഇടുള്ളൂ. ഇനി 400 നമുക്ക് ഇനി ഈസി ആയിട്ട് ഏത് റേഷ്യോയിൽ എടുത്താൽ മതി? 16:8. എത്ര വരും 400 16:8 പോയാൽ? പറയൂ. 26 67 266.67 അല്ലേ? ഇനി മറ്റ്
133.33 നോക്കണ്ട. യെസ്, ഇനി കുഴപ്പമില്ല. ഇത് ലെസ് ചെയ്ത് 12,000 നിന്ന് ലെസ് ചെയ്താൽ 12,000 മൈനസ് 200 11,733.33 മറ്റേ 6,266.67 ടോട്ടൽ ചെയ്താൽ 18,000 കിട്ടണമെന്ന് നോക്കാം. പിന്നെ ഫർദർ പ്രോസസ്സിംഗ് ക്വസ്റ്റ്യൻ്റെ ഓൾറെഡി തന്നുണ്ട്. 5,000 പിന്നെ എത്രയാണ് 3,000 ലെസ് ചെയ്തിട്ട് എത്ര വരും നോക്കാം. 6,733.33 3,000 കുറച്ചാൽ 3,266.67 ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്താൽ എത്ര കിട്ടും 10,000 കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ബട്ട് ദ ട്രിക്ക് ഈസ് ഹിയർ. ഇവിടെ മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ?